സർ, കുറെ നാളുകൾക്ക് ശേഷം ലവ് ജിഹാദ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അപ്പോൾ ഈ ലവ് ജിഹാദിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല ചർച്ചകളും മാധ്യമങ്ങളിൽ പലരും ഏറ്റെടുക്കുന്നില്ല. അത് പോട്ടെ. പക്ഷേ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോതമംഗലത്തുള്ള സോനയുടെ മരണം ഉൾപ്പെടെ ഇത്രയും ദിവസം നമ്മൾ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് പുതിയ വിവരങ്ങൾ സ്റ്റാൻലി സാറിന് പങ്കുവയ്ക്കാനുണ്ടോ? ഒപ്പം എന്റെ മറ്റൊരു ചോദ്യം, ഇത്തരത്തിൽ ഈ വിഷയം മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും കൂടുതൽ ചർച്ചയാവാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? ഇത് ലവ് ജിഹാദ് കഴിഞ്ഞ 1400 വർഷമായിട്ട് ഇടതടവില്ലാതെ ജിഹാദികൾ നടത്തുന്ന ഒരു ജിഹാദാണ്. മറ്റു മതസ്ഥർക്കെതിരെ നടത്തുന്ന ഒരു ജിഹാദാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിൽ അതിനെതിരെ വലിയൊരു റെസിസ്റ്റൻസ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകൾ, കാസയും BJPയും പോലുള്ള സംഘടനകൾ കൃത്യമായിട്ട് അതിനെതിരെ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രതിരോധത്തെ പൊളിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് കേരള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യ അലയൻസ്, മീഡിയ ഇവരെല്ലാവരും ചേർന്ന് നടത്തുന്നത്. ജിഹാദിനെ വെള്ളപൂശി ഈ പെൺകുട്ടികളെ ഈ ജിഹാദിയുടെ അടുത്ത് എത്തിക്കുന്ന പരിപാടിയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഈ കോതമംഗലത്തെ കേസില് പ്രതിയായ ജിഹാദി എന്ന് പറയുന്നത് അവൻ നാർക്കോട്ടിക് ജിഹാദിയാണ്, സെക്സ് ട്രേഡ് ജിഹാദിയാണ്, അവൻ എയർപോർട്ട് ജിഹാദിയാണ്, പൊളിറ്റിക്കൽ ജിഹാദിയാണ്. എല്ലാ രീതിയിലുള്ള ജിഹാദിന്റെയും കൈവശമുള്ള ഒരുത്തനാണ്. പ്രായം വളരെ കുറവാണെങ്കിലും എല്ലാ ജിഹാദിയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു ജിഹാദിയാണ്. അവന്റെ അപ്പനും ലവ് ജിഹാദിയാണ്. അപ്പത്തേക്ക് ഇവന് ഒരു ജനറേഷന്റെ എക്സ്പീരിയൻസ് ഇവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധു കുടുംബമാണ്, യാക്കോബായ സഭയിലെ ഒരു കുടുംബമാണ്. ഈ ലവ് ജിഹാദ് ഉണ്ടാകുന്നത് കോളേജിലാണ്, ഒരു ക്രിസ്ത്യൻ കോളേജ്. ആ ക്രിസ്ത്യൻ കോളേജിൽ അത് തടയാൻ ആർക്കും പറ്റിയില്ല. അവിടുത്തെ KSU SFIയും ഈ ലവ് ജിഹാദിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. ആരും ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചില്ല. ഇത് കാസ പോലെയോ BJP പോലുള്ള സംഘടനകളെ അറിയിച്ചില്ല. ഇനി ഇവൻ എങ്ങനെയാണ് ഈ എയർപോർട്ടിൽ ജോലി കിട്ടിയത്? അത് DGCAയും കേന്ദ്ര വ്യോമയാന വകുപ്പും അന്വേഷിക്കേണ്ടതാണ്. ഇതുപോലത്തെ എത്ര ജിഹാദികൾ എയർപോർട്ടുകളിൽ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്? അതിന്റെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്താണ്? ഇവരെന്തൊക്കെ ജോലിയിലാണ് ചെയ്യുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവിടെ ചെയ്യുന്നത്? സ്മഗ്ലിംഗ് ജിഹാദാണോ, അതെയോ സ്വർണം കടത്തൽ ജിഹാദാണോ? എന്ത് ജിഹാദാണ് അവിടെ ചെയ്യുന്നത്? പോലെ എയർപോർട്ടിൽ ജോലി കിട്ടണമെന്നുണ്ട്, ഏവിയേഷൻ സെക്ടറിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCC വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതിവനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ് കൊടുത്തത്? ഏതൊക്കെ പോലീസുകാരും ഏതൊക്കെ രാഷ്ട്രീയക്കാരും ഏതൊക്കെ മതക്കാരുമാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നത്? ജിഹാദി ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൃത്യമായ ഓഡിറ്റിംഗ് എയർപോർട്ടിൽ നടക്കാറുണ്ട്. ആരൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ KYC ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എയർപോർട്ടിൽ ഇങ്ങനെ എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായത്? ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. മാത്രമല്ല, ഈ 24 വയസ്സുള്ള ഒരു ജിഹാദിയുടെ കീഴിലാണോ എറണാകുളത്തെ SP തുടങ്ങി കോൺസ്റ്റബിൾ വരെയുള്ള മുഴുവൻ പോലീസും പ്രവർത്തിക്കുന്നത്? ഇവനെതിരെ നേരത്തെ എടുത്ത കേസുകളുടെ നില എന്താണ്? അത് ചാർജ് ഷീറ്റ് കൊടുത്തോ, അറസ്റ്റ് ചെയ്തോ, ഇവന് കുറ്റപത്രം കൊടുത്തോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാണ് ഈ കേസുകൾ, ഇവന്റെ പേരിൽ വരുന്ന കേസുകളെല്ലാം കേസ് ഇല്ലാണ്ടാക്കുന്നതും തേച്ചുമാച്ച് കളയുന്നതും ഏത് പോലീസുകാരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ്? അതിന് ഉത്തരവില്ല. ഇനി ഈ കേസ് വീട്ടിൽ അറിഞ്ഞു. ഈ കേസ് വീട്ടിൽ അറിഞ്ഞപ്പം ഈ കോതമംഗലത്തുള്ള കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പുകാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പള്ളിയും ഒക്കെ എന്താ ചെയ്തത്? ഇവനെ അവിടുന്ന് ഓടിച്ചു വിടുകയും ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടതിനും പകരം ഈ ജിഹാദി ഭയങ്കര ആനയാണ്, തേങ്ങയാണ്, മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞ് ജിഹാദി ആ പെണ്ണിന്റെ തല വെച്ചു കെട്ടാനാണ് ശ്രമിച്ചത്. കല്യാണം നടത്തി തരാമെന്നാണ് അവരെല്ലാരും പറയുന്നത്. ലവ് ജിഹാദിക്ക് കല്യാണം നടത്തി കൊടുക്കാവുന്ന കുട്ടിക്കുറങ്ങി നേടി ചാരി കൊടുക്കുക എന്ന് പറയും. ഇതാണ് അവിടെയുള്ള ആൾക്കാർ ചെയ്തത്. വലിയൊരു ദുരന്തമാണ് കോതമംഗലത്തുള്ള ആൾക്കാർ. കാരണം ഈ കാര്യം കൃത്യമായിട്ട് അവിടുത്തെ കാസയോ BJPയോ അറിയിച്ചിരുന്നെങ്കിൽ അവർ കൗൺസിലിംഗ് കൊടുത്ത് ഈ കുട്ടിയെ രക്ഷിച്ചേനെ. പകരം ഇന്ത്യ അലയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചു, ഒരു കാരണവശാലും ഈ ലവ് ജിഹാദിന്റെ കേസൊന്നും കാസയോടും BJPയോടും ഒന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം തകർന്നു വീഴും, മതേതരത്വം തൊണ്ടിപ്പോവും, അതോടെ പ്രശ്നമാവും, അതുകൊണ്ട് ആ വർഗീയ കലാപങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ആരോടും പറഞ്ഞേക്കല്ല, നമുക്കിത് ഒതുക്കി തീർത്ത് കല്യാണം നടത്താം. ഏത് പൊന്നുപോലെ വളക്കുന്ന പെണ്ണിനെ ജിഹാദിക്ക് കെട്ടിച്ചു കൊടുത്തോളാനാണ് കാരണവന്മാരോട്, പേരൻസിനോട് അവിടുത്തെ പള്ളിയും അവിടുത്തെ കേരള കോൺഗ്രസും അവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഉപദേശിക്കുന്നത്. ഇതിനെതിരെ നിന്ന, ഈ വിവാഹത്തിനെതിരെ നിന്ന അപ്പനെ സൂത്രത്തില് ജിഹാദികളെല്ലാം കൂടെ അമുക്കി അങ്ങനെ രഹസ്യമായി കൊന്നുകളഞ്ഞു, ടാക്ടിക്കലായിട്ട് കൊന്നുകളഞ്ഞു. അതും പോലീസ് ഒതുക്കി. യഥാർത്ഥത്തിൽ ഈ 40 ദിവസം മുമ്പ് മരിച്ച അപ്പന്റെ കേസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ അപ്പനെ കൊന്നവരെയും കിട്ടിയാനെ മകളുടെ ജീവനും രക്ഷിക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തില്ല. ഇപ്പൊ അവിടുത്തെ രാഷ്ട്രീയക്കാരും ചെയ്തില്ല, ഇന്ത്യ അലയൻസുകാർ ചെയ്തില്ല, പള്ളിയോ കേരള കോൺഗ്രസോ ചെയ്തില്ല. മാത്രമല്ല
ഈ വിവരം ദേശീയവാദികളിൽ നിന്നും മറച്ചു വെച്ചു, കാസയിൽ നിന്നും BJP-യിൽ നിന്നും മറച്ചു വെച്ചു. അപ്പൊ വലിയൊരു ഗൂഢാലോചന കോതമംഗലത്ത് നടന്നിട്ടുണ്ട്. കോതമംഗലക്കാർക്ക് ഒരു ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ പശ്ചാത്തലമുണ്ട്, അതുകൂടെ പറയാം. CAA NRC സമരത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകടനം നടന്നത് കോതമംഗലത്താണ്. രാജ്യത്തിനെതിരെ, ഭാരതമാതാവിനെതിരെ, രാജ്യത്തിന്റെ നിയമത്തിനെതിരെ ജിഹാദികളും ഇവാഞ്ചലിസ്റ്റും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരള കോൺഗ്രസും ചേർന്ന് ഭയങ്കരൻ ജാഥ നടത്തി. ആ ജാഥയിൽ വരുന്നവർക്ക് നിസ്കരിക്കാൻ വേണ്ടി അവിടെയുള്ള പള്ളി, മഠം, ആശുപത്രി, കോളേജ് എല്ലാം തുറന്നു കൊടുത്തു. സഭ ചെയ്ത കാര്യങ്ങളാണ് അവിടുത്തെ. എല്ലാ സഭക്കാരും, ഒരാൾ മാത്രമല്ല, എല്ലാ സഭക്കാരും ചെയ്ത ഉപകാരമാണത്. പഹൽഗാം ആക്രമണത്തിൽ നഥാനിയൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ഇതെന്താണ് കലിമ ചൊല്ലിച്ചും മുണ്ട് പൊക്കി നോക്കിയൊക്കെ കൊല നടത്തിയപ്പോൾ ഒരു ക്രിസ്ത്യാനി ഉണ്ട്, അവൻ കലിമ ചൊല്ലിയില്ല, അവൻ വിശ്വാസത്തിന് വേണ്ടി മരിച്ചയാളാണ്. നമ്മുടെ നിയമം അനുസരിച്ച്, ക്രിസ്ത്യൻ നിയമം അനുസരിച്ച് വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നവൻ വിശുദ്ധനാണ്. ഈ നഥാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ത്യയിലെ ഒരച്ഛനോ ഒരു ബിഷപ്പോ സഭാധികാരികളോ കേരള കോൺഗ്രസോ ഒരു ഇവാഞ്ചലിസ്റ്റോ തയ്യാറായില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കാൻ, കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ ഒരു ഇവാഞ്ചലിസ്റ്റും തയ്യാറായില്ല. ഒരു ക്രിസ്ത്യാനിയെ പരസ്യമായി മുണ്ടുപൊക്കി നോക്കി കൊന്നിട്ട് അതിനെ കാരണം ജിഹാദി പിണങ്ങും, ഈ ഇന്ത്യ അലയൻസ് പിണങ്ങും, പപ്പൂക്കാൻ പിണങ്ങും. ഇപ്പോഴും ഞാൻ ഈയിടെ ഒരു സർവേ നടത്തി ക്രിസ്ത്യാനികളുടെ ഇടയിൽ. ഇന്ത്യക്ക് റാഫേൽ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ? 90% ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ളവർ പറയുന്നു റാഫേൽ വിമാനം നഷ്ടപ്പെട്ടു എന്ന്. പപ്പു പറഞ്ഞതാണ് വിശ്വസിച്ചിരിക്കുന്നത്, ജിഹാദി അസീം മുനൂർ പറഞ്ഞതാണ് വിശ്വസിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദി പറഞ്ഞതോ നമ്മുടെ സൈന്യാധിപന്മാർ പറയുന്നതോ കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല. എത്ര പതട്ടിക്കാണെന്ന് നോക്ക്, എത്ര ഭീകരമാണെന്ന് നോക്ക് അവസ്ഥ. വെറുതെ ആണോ പിള്ളേർ പോയി ലവ് ജിഹാദി വീഴുന്നത്? കാർന്നോന്മാർ വിശ്വസിക്കുന്നത്, പപ്പൂഖാൻ പറയുന്നതും പാകിസ്ഥാന്റെ അസീം മുനീർ പറയുന്നതുമാണ് കാർന്നോന്മാർ വിശ്വസിക്കുന്നതെങ്കിൽ കുഞ്ഞു ജിഹാദി പറയുന്നത് പെൺപിള്ളേരും വിശ്വസിക്കും. ആദ്യമായിട്ട് രാജ്യത്തെയും രാജ്യത്തിന്റെ സൈന്യത്തെയും എങ്കിലും ബഹുമാനിക്കാൻ പോലും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകൾക്ക് പറ്റുന്നില്ല. ഒരു റാഫേലും പോയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ റാഫേലൊക്കെ സുരക്ഷിതമായിട്ട് അറ്റാക്ക് നടത്തിയിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് അറിയാം. പക്ഷേ ആദ്യം അത് നമ്മുടെ ക്രിസ്ത്യൻ കാരണവന്മാർ വിശ്വസിക്കണം, ക്രിസ്ത്യൻ പേരൻസും ക്രിസ്ത്യാനിയും വിശ്വസിക്കണം, എങ്കിലേ പെണ്ണ് പോകാണ്ടിരിക്കത്തുള്ളൂ. ഇവരിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഈ ജിഹാദി പറയുന്ന ചക്രവർത്താനത്തിലൊക്കെ പേരൻസ് വീഴുന്നതുകൊണ്ടാണ് പിള്ളേരും വീഴുന്നത്. കേരള കോൺഗ്രസുകാർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പിള്ളേർ വീഴുന്നത്. അച്ഛന്മാരും മെത്രാന്മാരും ഇതിൻ്റെ അകത്ത് വിശ്വസിക്കുന്നു. റാഫേൽ പോയിട്ടില്ല എന്ന് സൈന്യാധിപൻ പറഞ്ഞാൽ പോയിട്ടില്ല, അത്രേ ഉള്ളൂ. ഈ ലവ് ജിഹാദിലൊക്കെ ഈ കുട്ടികൾ പോയി വീഴുന്നതിന്റെ കാരണം അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, കൃത്യമായിട്ട് അവരെ കറക്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, തിരുത്തേണ്ട ചുമതല അവരുടെ പേരൻസിനുണ്ടായിരുന്നു, ചെയ്തില്ല. കോളേജിനുണ്ടായിരുന്നു, ക്രിസ്ത്യൻ കോളേജാണ്, ചെയ്തില്ല. അവിടുത്തെ നാട്ടുകാർക്ക്, അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും പള്ളിക്കും കേരള കോൺഗ്രസിനും ഉണ്ടായിരുന്നു, ചെയ്തില്ല. രാഷ്ട്രീയക്കാർക്ക്, കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഉണ്ടായിരുന്നു, ചെയ്തില്ല. മറിച്ച് ഇവരെല്ലാവരും ആ ജിഹാദിയെ സഹായിക്കുകയാണ് ചെയ്തത്. ഈ ജിഹാദി കല്യാണം നടത്താൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ജിഹാദി കല്യാണം എന്ന് പറഞ്ഞാൽ എന്തോ, അവൻ ഓൾറെഡി 5-10 പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട്, വയസ്സ് 24 ഉള്ളൂ, ഇവളെ കെട്ടിച്ചു വിട്ടാൽ ഇവളെ ലോഡ്ജിൽ കൊണ്ട് വിൽക്കും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു, ചെയ്തില്ല. അപ്പോ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ലാബ്സ് എല്ലാ തരത്തിലും ഉണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, കേന്ദ്രം ഇതേപ്പറ്റി അന്വേഷിക്കേണ്ടത് ഇതിൻ്റെ അകത്തെ സെക്യൂരിറ്റി ലാബ്സ് ആണ്. ആ സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറയുന്നത് എയർപോർട്ടിൽ എങ്ങനെ ഈ ജിഹാദി നുഴഞ്ഞു കയറി, അതിൽ എയർപോർട്ടിന്റെ ഓണേഴ്സിന് പങ്കുണ്ടോ, എയർപോർട്ടിന്റെ ഡയറക്ടർ ബോർഡിന് പങ്കുണ്ടോ, അവിടുത്തെ കോൺട്രാക്ട് കമ്പനിക്ക് പങ്കുണ്ടോ, ആരാണ് ഇവനെ റിക്രൂട്ട് ചെയ്തത്, അതുപോലെ ഇവൻ എങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ടാണല്ലോ അവൻ കയറിയത്, അതിലും വലിയ ദുരിതമാണ്. പിന്നെ എത്ര പേര് അവിടെ കയറാൻ നിൽക്കുന്നു ഈ എയർപോർട്ടിലോട്ട്. അപ്പൊ ഇവിടെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മോങ്ങിക്കൊണ്ട് കാര്യമില്ല. സെക്യൂരിറ്റി ആസ്പെക്ട് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് NIA അന്വേഷിക്കുന്നതോടൊപ്പം DGCയെ അന്വേഷിക്കണം. എയർപോർട്ടിലെ വിഷ്വൽസ് പിടിച്ചെടുക്കണം. ഇവൻ ഏതൊക്കെ ദിവസം എയർപോർട്ടിൽ വന്നു, ആരുടെ കൂടെയാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, വേറെ ഏതൊക്കെ ജിഹാദി ഇവന്റെ കെയർ ഓഫിൽ എയർപോർട്ടിന്റെ അകത്ത് കയറി, ഈ കാര്യങ്ങളെല്ലാം DGCയെ അന്വേഷിക്കണം, NIA അന്വേഷിക്കണം. തീവ്രവാദ ആയങ്ങളുണ്ട്, സഭ ഓൾറെഡി അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് അന്വേഷിക്കണമെന്നുള്ളതാണ് ഇതിനകത്തെ കാണാപ്പുറങ്ങൾ. ഇതിനകത്ത് അനേകം കാണാപ്പുറങ്ങളുണ്ട്. ഇത് ആക്സിഡന്റലായിട്ട് സംഭവിച്ചല്ല. ആരാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ലവ് ജിഹാദ് ഇഷ്യൂ വന്ന് വീട്ടിലൊരു ഡിസ്കഷൻ നടന്ന് അപ്പൻ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പനെ കൊല്ലുന്ന ഒരു ലെവലിലോട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. ഈ അപ്പന്റെ മരണവും NIA അന്വേഷിക്കണം. കാരണം ഇത് അന്വേഷിച്ച് വരുമ്പം ഒത്തിരി കഥകൾ പൊങ്ങും, ഒത്തിരി ജിഹാദികൾ പൊങ്ങും. സ്വർണ്ണക്കടത്തൽ ജിഹാദ് പൊങ്ങും, എയർപോർട്ട് ജിഹാദ് പൊങ്ങും, നാർക്കോട്ടിക് ജിഹാദ് പൊങ്ങും, ലവ് ജിഹാദ് പൊങ്ങും, പൊളിറ്റിക്കൽ ജിഹാദ് പൊങ്ങും. അങ്ങനെ പിന്നെ ഈ ജിഹാദികളുടെ എച്ചിൽ നക്കി ജീവിക്കുന്ന കുറെ അധികം കേരള കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളുടെയും കപട മുഖംമൂടി തുറന്നു കാട്ടപ്പെടും. ഇന്ത്യ അലയൻസിന്റെ മുഖംമൂടി തുറന്നു കാട്ടപ്പെടും.
ഇപ്പം ചില കാര്യങ്ങളിൽ സെലക്റ്റീവ് പ്രതികരണം നടത്തുന്ന ചില സഭാധികാരികളുടെ മുഖംമൂടിയും തുറന്നു കാട്ടപ്പെടും. ചില കാര്യത്തിൽ പ്രതികരിക്കും, ചില കാര്യത്തിൽ പ്രതികരിക്കില്ല. സെലക്റ്റീവ് അംനീഷ്യ ഉള്ളവരുടെ മുഖംമൂടിയും തുറത്ത് കാട്ടപ്പെടും. ഇതിലെല്ലാം ഉപരിയായി ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് 10 വർഷമായിട്ട് മോങ്ങിക്കൊണ്ടിരിക്കുന്ന TV ചാനലുകളുണ്ട്. മനോരമ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, റിപ്പോർട്ടൻ, 24, മീഡിയ വൺ, അങ്ങനെ ഒത്തിരി ചാനലുകളുണ്ട്. ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് കുരയ്ക്കുന്ന ശ്വാനികളും മൃതികളും ഒക്കെ ഉണ്ട്. അപ്പം ഈ അവരെ കൂടെ തുറന്നു കാട്ടപ്പെടുക. സാർ, ഇത്തരം സംഗതികളൊക്കെ നിലനിൽക്കെ തന്നെ മറ്റൊരു ചോദ്യം കൂടി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം ലവ് ജിഹാദ് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നർക്കോട്ടിക് ജിഹാദ് ഒക്കെ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക്, സഭയ്ക്ക്, ഒപ്പം നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. 3 രീതിയിലാണ് ഇതിനെ തടയേണ്ടത്. ഒന്ന്, പേരൻസ് തടയുക, പേരൻസും അവരുടെ കുടുംബാംഗങ്ങളും തടയുക. 2, സഭ തടയുക. 3, രാജ്യം തടയുക. ഈ 3 രീതിയിലുള്ള ഡിഫൻസ് സിസ്റ്റം ആവശ്യമാണ് ജിഹാദിനെ തടയണമെന്നുണ്ടെങ്കിൽ. പേരൻസ് അലേർട്ട് ആയിരിക്കണം, പേരൻസ് വിശ്വാസികളായിരിക്കണം, ദൈവവിശ്വാസികളായിരിക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ തുടങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് വീട്ടിൽ പന്നിയിറച്ചി വാങ്ങിക്കുക. പന്നിയിറച്ചിയിൽ അതിന്റെ നെയ്യുണ്ട്, പപ്പടം കാച്ചുന്നതോ അങ്ങനെ പലഹാരം ഉണ്ടാക്കുന്നതോ ഒക്കെ പന്നിയിറച്ചിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെത്തേഡാണ്. പിന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ട് ജിഹാദി ഈസ് ഡെവിൾ, കത്തോലിക്ക സഭയുടെ ഒഫീഷ്യൽ പഠിപ്പീരാണ്. ജിഹാദി ഈസ് ഡെവിൾ, കമ്മ്യൂണിസം ഡെവിൾ, ലിബറൽസ് ആർ ഡെവിൾസ്. ഇത് ഒഫീഷ്യൽ ടീച്ചിങ് ആണ് സഭയുടെ, വളരെ നൂറ്റാണ്ടുകളായിട്ടുള്ള പഠിപ്പീരാണ്. അത് കുട്ടികളെ പഠിപ്പിക്കുക. ഇവൻ ഏത് വേഷത്തിൽ വന്നാലും ഇവൻ ഡെവിളാണ്. കമ്മു, ജിഹാദി, ലിബറൽ, ഇത് 3ഉം ചെകുത്താനാണെന്ന് പിള്ളേരെ പഠിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക. പിന്നെ കുട്ടികളെ ഇവരുമായിട്ട് ഇടപഴകാൻ സമ്മതിക്കാണ്ടിരിക്കുക. ഇവരുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇങ്ങനെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഫിൽട്ടർ ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്, നമ്പർ 1. ഇനി സഭയുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സഭയും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. സഭ വളരെ കൃത്യമായിട്ട് നേരത്തെ പഠിപ്പിച്ചിരുന്നു. അതായത് ഈ കമ്മ്യൂണിസവും ജിഹാദിയും ലിബറലും ചെകുത്താനാണ്, അവരുടെ കൂടെ പോകരുതെന്ന് പഠിപ്പിച്ചിരുന്നു. പക്ഷെ 1965 ശേഷം സഭ പഠിപ്പീരിൽ മാറ്റം വരുത്തി. ഇവരെല്ലാം സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ചേട്ടന്റെ അനിയന്റെ മക്കളാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങള് 2007 തുടങ്ങി 9 വരെ ഈ ലവ് ജിഹാദിന്റെ സീറോ മലബാർ കമ്മീഷനും ഒക്കെ വന്നപ്പം പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് വേദപാഠത്തിൽ മാറ്റം വരുത്തുക. എല്ലാ സഭകളും ചേർന്ന് യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു വേദപാഠം സിലബസ് ഉണ്ടാക്കി അത് കൃത്യമായി വേദപാഠത്തിലൂടെ, ക്രിസ്ത്യാനിക്ക് വേദപാഠം ഉണ്ട്, ആ വേദപാഠത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ജിഹാദി ഈസ് ഡെവിൾ, കമ്മ്യൂണിസം ഡെവിൾ, ലിബറൽസ് ആർ ഡെവിൾ. ഇത് കൃത്യമായിട്ട് സ്പിരിച്വാലിറ്റി, ആത്മീയത, സനാതനമാണ് വേണ്ടതെന്ന് പിള്ളേരെ പഠിപ്പിക്കുക. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സനാതനത്തെ ഒരു ക്രിമിനൽ ആയിട്ട് അവതരിപ്പിക്കുകയും ജിഹാദിയും കമ്മ്യൂണിസവും ലിബറലും പ്രോഗ്രസീവ് ആയിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് സഭ ചെയ്യുന്നത്. ഇതാണ് സഭയ്ക്ക് പറ്റിയ മിസ്റ്റേക്ക്. യഥാർത്ഥത്തിൽ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി, സനാതനം, സ്പിരിച്വാലിറ്റി, ഇതൊക്കെയായിരുന്നു കുട്ടികൾക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ കമ്മ്യൂണിസവും ജിഹാദിയും ലിബറലിസവും ചെകുത്താനാണെന്ന് പഠിപ്പിക്കാതെ നേരെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. സഭാ മക്കൾ വളരെ 10-20 വർഷമായിട്ട് ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട് വേദപാഠത്തിൽ കുട്ടികളെ ഇത് പഠിപ്പിക്കുക. കാരണം പേരൻസിന് ഇപ്പൊ തിരക്കാണ്, എല്ലാം പഠിപ്പിക്കാൻ പറ്റത്തില്ല. വേദപാഠത്തിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക. വേദപാഠത്തിൽ ഒരു നല്ല കാര്യവും പഠിപ്പിക്കുന്നില്ല. 1991 ലിബറലൈസേഷന് ശേഷം ഒരു നല്ല കാര്യവും വേദപാഠത്തിൽ പഠിപ്പിക്കുന്നില്ല, ഒരു സഭയും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പഠിപ്പിക്കുന്നത് സെക്യുലറിസം, സോഷ്യലിസം, സഹജീവി സ്നേഹം, അത് ഇതെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. വിശ്വാസം പഠിപ്പിക്കുന്നില്ല. ദൈവം ആരാണ്, ചെകുത്താൻ ആരാണെന്ന് പഠിപ്പിക്കുന്നില്ല. ദൈവത്തെയും ചെകുത്താനെയും മിക്സ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പിള്ളേർ ഈസി ആയിട്ട് ചെകുത്താനെ കാണുമ്പോൾ ചെകുത്താന്റെ പുറകെ പോകുന്നത്. അപ്പൊ ആ വേദപാഠത്തിൽ മാറ്റം വരുത്തി സഭ ഇത് കൃത്യമായിട്ട് ചെയ്യണം. ജിഹാദികളുമായിട്ട് ഒരു ബന്ധം, ജിഹാദി, കമ്മ്യൂണിസ്റ്റ്, ലിബറൽസ് ഇവരുമായിട്ട് ഒരു ഇതിനും പോകരുതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു ചുമതലയുണ്ട്. അടുത്തത് രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. രാഷ്ട്രം ചെയ്യേണ്ടത് ഈ IPC മാറ്റിയിട്ട് BNS കൊണ്ടുവന്നു, ഭാരതീയ ന്യായ സംഹിത. അതിലൊരു വലിയ എറർ പറ്റിയത് ലവ് ജിഹാദിനെ അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല, ജിഹാദിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, IPCയിലും ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു. BNSന്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ജിഹാദിനെ ഒരു ക്രൈം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നില്ല. ജിഹാദിനെ ക്രൈം ആയിട്ട് ഡിഫൈൻ ചെയ്യുകയും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, പൊളിറ്റിക്കൽ ജിഹാദ്, വോട്ട് ജിഹാദ്, എയർപോർട്ട് ജിഹാദ്, സകല ജിഹാദിനെയും അതിൻ്റെ അകത്ത് ഈ BNSലെ ഓരോ ക്രൈം ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പേരൻസിനും ഗവൺമെന്റിനും പോലീസിനും കോടതിക്കും നടപടിയെടുക്കാമായിരുന്നു. ഈ BNS ഉണ്ടാക്കിയ ആൾക്കാരെയാണ് പണിഷ് ചെയ്യേണ്ടത്. BNS ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് ജിഹാദ് ഉൾപ്പെടുത്തിയില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം നൽകിയേ പറ്റത്തുള്ളൂ. BNSന്റെ അകത്ത് ആരാണ് അട്ടിമറിച്ചത്? എല്ലാവരും പ്രതീക്ഷിച്ചത് BNS വരുമ്പം ജിഹാദിനെതിരെ നിയമനിർമ്മാണം വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ BNSൽ ജിഹാദ് ഇല്ലാണ്ട് പോയി. ഞാനൊക്കെ BNS വന്നു കഴിഞ്ഞപ്പോൾ അന്തം വിട്ടുപോയി. ഇത് എന്തിനാണ്? എങ്കിൽ പിന്നെ IPC അല്ലായിരുന്നു ഭേദമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് BNS ഉണ്ടാക്കിയത്.
അപ്പൊ BNS ഇനി അടുത്ത പ്രാവശ്യം അമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത നിയമം കൊണ്ടുവരുമ്പോൾ ജിഹാദിനെ കൃത്യമായിട്ട് ഡിഫൈൻ, കാരണം ജിഹാദിന്റെ ഒരു പ്രത്യേകത മറ്റ് ക്രൈമുമായിട്ടൊരു പ്രത്യേകതയുണ്ട്. ജിഹാദിന് ടക്കിയ ഉണ്ട്. ടക്കിയ കോടതി തെളിയിക്കാൻ പറ്റത്തില്ല. സോ അതിനെ ഡിഫൈൻ ചെയ്താൽ മാത്രമേ കോടതിയിൽ ഈ ടക്കിയ കൂടെ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ജിഹാദിനെയും ടക്കിയായും നിയമനിർമ്മാണം മൂലം തടയുന്ന ഒരു നിയമം കേന്ദ്രം കൊണ്ടുവരണം. അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയും ഈ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ലവ് ജിഹാദിനെതിരെ വലിയ പോരാട്ടം നടന്നിട്ടും ഇതിന് കൃത്യമായിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചേർന്ന് ഒരുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം ജിഹാദിയും ഇന്ത്യ അലയൻസും കൂടെ ചേർന്നാണ് ഈ ലവ് ജിഹാദ് പ്രൊമോട്ട് ചെയ്യുന്നത്. ജിഹാദിയും ഇന്ത്യ അലയൻസും കൂടെ ചേർന്ന്, ആ ഇന്ത്യ അലയൻസിൽ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, 10 കേരള കോൺഗ്രസ് ഉണ്ട്, എല്ലാ ജിഹാദി ഗ്രൂപ്പുകളും ഉണ്ട്, മീഡിയ പ്രൊസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, കേരളത്തിലെ മീഡിയകളുണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പോലീസും കോടതിയും ചില ലൂപ്പുകളുകൾ ഉപയോഗിച്ച് ജിഹാദിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും പോലീസ് എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു, വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. ഇത് ഈ 3 രീതിയിൽ ഇതിനെ തടയണം. പേരൻസ് തടയണം, കോളേജ് തടയണം, അത് അവരെ ആ ലെവലില്, പിന്നെ സഭ തടയണം, വിശ്വാസികൾ തടയണം, പ്ലസ് രാഷ്ട്രം തടയണം. രാഷ്ട്രം ഒരു പരിധി വരെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എഫക്റ്റീവ് ആകുന്നില്ല സ്റ്റേറ്റിലേക്ക്. എന്താണേലും ഈ കുട്ടിക്കും അപ്പനും പ്രണാമം അർപ്പിക്കുന്നു. കാരണം ഇതൊരു വലിയ ദുരന്തമാണ്. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ വഖഫ് സമരത്തിന്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് പെൺകുട്ടികളെ, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഈ ജിഹാദികൾ സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. പേരൻസ് കാണിച്ച ഒരു അബദ്ധമാണ്. ചില പേരൻസ് ഭയങ്കര സെക്കുലർ ആകാൻ വേണ്ടി വഖഫുകാരുടെ കൂടെ വഖഫ് സമരത്തിന് ഇറങ്ങിയായിരുന്നു. വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞു കേരള കോൺഗ്രസ്സുകാര്, ഇവാഞ്ചലിസ്റ്റുകള്, കോൺഗ്രസ്സുകാര്, കമ്മ്യൂണിസ്റ്റുകള്, മീഡിയകള്, ഇവരെല്ലാം സമരത്തിനിറങ്ങി വഖഫ് സംരക്ഷണം എന്നും പറഞ്ഞു. മുനമ്പത്തെ പാവം മുക്കുവർക്കെതിരെ. എന്താ സംഭവിച്ചത്? ഇവരുടെയുള്ള വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ ജിഹാദി സ്കെച്ച് ചെയ്തു. ഏതൊക്കെ വീട്ടിൽ നിന്ന് പെൺകുട്ടികളെ കിട്ടും എന്നുള്ളത് ജിഹാദിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ലവ് ജിഹാദിന്റെ ഒരു വലിയ തരംഗമാണ്. ആയിരക്കണക്കിന് പെൺകുട്ടികൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് പേരൻസ് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാസയോ BJPയോ അറിയിക്കണം. അവർ കൗൺസിലിംഗ് കൊടുത്ത് അത് മാറ്റും. അപ്പൊ ഹിന്ദു ഹെൽപ്പ് ലൈൻ ഉണ്ട്, ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈൻ ഉണ്ട്, പല ആൾക്കാരുണ്ട് ഇതിനെ സഹായിക്കാൻ. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു ലവ് ജിഹാദ് വന്നാൽ ഇന്ത്യ അലയൻസുകാർ അത് മൂടി വയ്ക്കുകയാണ്. കല്യാണം നടത്തി തരാം, ഒതുക്കി തരാം. ഞങ്ങളൊക്കെ ഈ ലവ് ജിഹാദിന്റെ കേസിൽ കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ പോകുമ്പം അതിനെതിരെ നിൽക്കുന്ന കേരള കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. അവർ വന്ന്, സാർ ഉദ്ദേശിക്കുന്ന പോലെ അത്ര മോശമൊന്നും അല്ല ചെറുക്കൻ, സാറ് ചുമ്മാ അവനെ ജിഹാദി എന്നൊന്നും വിളിക്കല്ലോ, അവൻ ഭയങ്കര നല്ല ചെറുക്കനാ. അപ്പൊ ഞാനത് കേരള കോൺഗ്രസിനെ വിളിക്കുന്ന നിന്റെ മകളെ കെട്ടിച്ചു കൊടുത്തെന്ന് ചോദിക്കും. അത് പറ്റത്തുമില്ല. അയലോക്കംകാരൻ ക്രിസ്ത്യാനിയുടെ മകളെ ജിഹാദി കൊണ്ടുപോകുമ്പം സന്തോഷിക്കുന്നവനാണ് കേരള കോൺഗ്രസ്സുകാരൻ. അയലോക്കംകാരൻ ഹിന്ദുവിന്റെ മകളെ ജിഹാദി കൊണ്ടുപോകുമ്പം സന്തോഷിക്കുന്നവനാണ് കോൺഗ്രസ്സുകാരൻ. കമ്മ്യൂണിസ്റ്റുകാരന് പിന്നെ ആ പ്രശ്നമില്ല. കാരണം അവന്റെ വീട്ടിലെ അമ്മയും പെങ്ങളും സഹോദരിയും മകളും എല്ലാം നവോത്ഥാനിക്കുകയാണ്. ജിഹാദിയുടെ കൂടെ AKG സെന്ററിൽ പോയി നവോത്ഥാനിക്കുകയാണ്. അപ്പൊ അവിടെ അവർക്ക് നവോത്ഥാനം ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് ഇതൊന്നും ബാധകമല്ല. നവോത്ഥാനം മാത്രമേ ഉള്ളൂ. നവോത്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പറ്റിക്കപ്പെടുന്നത് പാവപ്പെട്ട ഹിന്ദുവും ക്രിസ്ത്യാനിയുമാണ്. പാവപ്പെട്ട ക്രിസ്ത്യാനിയെ ഒറ്റിക്കൊടുക്കുന്നത് കേരള കോൺഗ്രസ്സുകാരനും, പാവപ്പെട്ട ഹിന്ദുവിനെ ഒറ്റിക്കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരനുമാണ്. ഇത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. എങ്കിലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. നിയമനിർമ്മാണം ഗവൺമെന്റും കൊണ്ടുവരണം. അതായത് ഒരു സാമൂഹ്യ സോഷ്യൽ അവയർനെസ്സും ഡിഫൻസും വേണം, പ്ലസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നിയമനിർമ്മാണം വേണം. അതിലെല്ലാം ഉപരിയായി വിശ്വാസപരമായി കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ സഭയും നടപടിയെടുക്കണം. കൃത്യമായിട്ട് ജിഹാദി ഈസ് ഡെവിൾ, കമ്മ്യൂണിസം ഡെവിൾ, ലിബറൽസ് ആർ ഡെവിൾ എന്ന് തന്നെ വേദപാഠത്തിൽ പഠിപ്പിക്കണം. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. വെള്ളം ചേർത്തുള്ള വിശ്വാസം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വെള്ളം ചേർക്കാത്ത വിശ്വാസം തന്നെ കുട്ടികൾക്കും പേരൻസിനും ആവശ്യമാണ്. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇത്തരത്തിൽ സോനയുടെ മരണത്തിൽ കുടുംബത്തിനും അല്ലെങ്കിൽ സഭയ്ക്കുമൊക്കെ കൃത്യമായ പങ്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ ലവ് ജിഹാദ് തടയാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് രക്ഷിതാക്കളും സഭയും രാജ്യവും ഒക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തി നടത്തേണ്ടുന്ന ഒന്നാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.